Hi, hello. Welcome to my YouTube channel Blissful Reels. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ മൊത്തത്തിൽ. നമ്മൾ ഇന്ന് ബ്രെഡ് ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. നമ്മൾ പലതരം ഉപ്മാക്കൾ കഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഉപ്മാവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉള്ളി വേണം, 2 പച്ചമുളക് വേണം, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് എല്ലാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണം. ബ്രെഡ് നമ്മൾ ഈ കാണിക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ബ്രെഡിൻ്റെ ആ ബ്രൗൺ സൈഡൊന്നും കളയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ബ്രെഡിൽ മേളിലും താഴെയും വരുന്ന ഹാർഡ് പീസസ് ഒന്നും കളയേണ്ടതും കാര്യമില്ല. അതൊക്കെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ചിലവർക്ക് അത് അല്ലാതെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഉപ്മാ ഉണ്ടാക്കി കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ബ്രെഡ് ഉപ്മാ പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ല. ഇത് കട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നതേ ഉള്ളൂ. ഉപ്മാ ഉണ്ടാക്കാൻ ഞാനൊരു കടായാണ് എടുത്തേക്കുന്നത്. പാത്രം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇഞ്ചി ഇളക്കിക്കൊണ്ടിരിക്കണം. ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം. അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴറ്റി ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ആഡ് ചെയ്ത എല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഉപ്മാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിരിക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നന്നായിട്ട് ഇളക്കി ചൂടോടെ തന്നെ കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതലും ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഉപ്മ റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ മൊത്തത്തിൽ. 10 മിനിറ്റിൽ എന്തായാലും കൂടത്തില്ല. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാം. ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബും ചെയ്യുക. ഇന്നെൻ്റെ ബ്രെഡ് ഉപ്മ ടേസ്റ്റ് ചെയ്ത് ഫീഡ്ബാക്ക് പറയാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോവാം. അടിപൊളി, വെരി ടേസ്റ്റി. Thank you for watching and don't forget to subscribe Blissful Reels.